ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളല്ലേ? അതെ, മൂത്ത ആളാ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഇപ്പൊ സ്ഥലത്തില്ല. എങ്കിൽ പുള്ളിയെ വിളിച്ച് സന്തോഷ വാർത്ത പറഞ്ഞോളൂ. ഷീ ഈസ് പ്രഗ്നന്റ്. ഇതാ യൂണിഫോമാണ്. ഇതിട്ടുകൊണ്ട് വേണം ഡ്യൂട്ടി കയറാൻ. ഇതാ കീ. വണ്ടി പുറത്ത് കിടപ്പുണ്ട്. ഓ, എന്നാ ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. വിഷ്ണു, അച്ഛനെ എന്തായി? ഇത് കണ്ട, സർക്കാരിന്റെ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ്. ഇതെന്താന്നറിയോ? ഇത് എനിക്കാണ് ഇയാളുടെ ഡ്രസ്. വെള്ളയോ? ആ. അയ്യോ, എന്തേ? സൂക്ഷിക്കണം, ചളി പറ്റും, ചളമാക്കരുത്. പോടാ. അപ്പൊ സംഗതി കിട്ടിയല്ലേ? പിന്നെ കിട്ടാതെ വിളിച്ചു പറഞ്ഞ ആര്? KPT ഗ്രൂപ്പിന്റെ ചെയർമാനാ. അല്ല, ഏതാ വണ്ടി? ആ, അത് നോക്കണം. ഞാനേ ഒന്ന് ലോക്ക് എടുക്കട്ടെ. എനിക്കുള്ള വണ്ടി ഇവിടെ എവിടെയോ കിടപ്പുണ്ട്. ഡാ കമല, ഞാനേ ഇതൊന്നുകൂടി ഒന്ന് അൺലോക്ക് ചെയ്യാം. നീ ഒന്ന് നോക്കിക്കോ. കണ്ടാ? അച്ഛനെ, അത് തന്നെ വാഹനം. ഓ, ഏത് പിറകന്റെ ആയിരിക്കാവോ? അച്ഛന് ഭാഗ്യമുണ്ടെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഏറ്റവും വലിയ കൈക്കൂലിക്കാരന്റെ വണ്ടിയായിരിക്കും ഓടിക്കാൻ കിട്ടുക. അപ്പൊ നല്ല കിമ്പളവും കിട്ടും. പോക്കറ്റ് എപ്പോഴും വീർത്തിരിക്കും. 10 മാസം ആയ പോലെ. അതൊന്നും വേണ്ട. എടാ, മനസ്സമാനത്തോട് ജോലി ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. അത്രേ ഉള്ളൂ. നീ എന്തായാലും വാ, നമുക്ക് നോക്കി നോക്കാം. വണ്ടി ഒന്നുകൂടെ. അതെന്ത്? അച്ഛനെ, പണിപ്പാളി. പരവേഷ്ടേട്ടാ, എന്തോ മനസ്സിൽ കണ്ടോണ്ടാണല്ലോ ഈ സംസാരിക്കുന്നത് മുഴുവൻ. ഒരു ചെറിയ ചൂണ്ട ഞാൻ എറിഞ്ഞിട്ടിട്ട് തന്നെ സംസാരിക്കണേ കേട്ടാ. അത് കിട്ടിയാലുണ്ടല്ലോ ഈ വിഷ്ണു ഒരു കലക്ക് കലക്കന്റെ മോളെ. അതെന്താന്ന് പറ, ഞാനും കൂടെ അറിയട്ടെ മോനെ. അത് സസ്പെൻസ്. ശേഷം വെള്ളിത്തിരി. മോളല്ലേ? അതെ, മൂത്ത ആളാ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഇപ്പൊ സ്ഥലത്തില്ല. എങ്കിൽ പുള്ളിയെ വിളിച്ച് സന്തോഷ വാർത്ത പറഞ്ഞോളൂ. ഷീ ഈസ് പ്രഗ്നന്റ്. ശരീജി, കോളടിച്ചല്ലോ. ഞാൻ പറഞ്ഞില്ലേ മോളെ, മോളുടെ ഈ സങ്കടമൊക്കെ മാറ്റാനായി ഈശ്വരനൊരു വഴി കാണിക്കൂന്ന്.
നിനക്ക് ലാളിക്കാനും ഓമനിക്കാനും ഒരു കുഞ്ഞു വന്നു കഴിയുമ്പോ നിന്റെ ഈ സങ്കടമൊക്കെ മാറും. അതെ, ഒരിക്കൽ അബോർഷൻ ആയതുകൊണ്ട് വളരെയധികം കെയർ ചെയ്യേണ്ടി വരും. 1-2 ആഴ്ച ഫുൾ റെസ്റ്റ് എടുക്കണം. ഞാൻ കുറച്ച് മെഡിസിൻസ് കുറിക്കുന്നുണ്ട്. ഇത് വാങ്ങി ഇന്ന് തന്നെ കഴിച്ചു തുടങ്ങണം. കുറച്ച് വിറ്റാമിൻ ടാബ്ലറ്റ്സ് എഴുതാം. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്തോളൂ. അതിപ്പോ എത്ര രാത്രിയായാലും ഫോർമാലിറ്റീസ് ഒന്നും നോക്കണ്ട, വിളിച്ചാ മതി. ശരി. എന്നാ ഞാൻ ഇറങ്ങുന്നു. മോളെ ചെല്. ഇപ്പൊ വരാം. ഇനി നിന്നെ ഉപേക്ഷിച്ച് പോയവരൊക്കെ നിന്റെ മുന്നിലെത്തും. ഈ ഒരു സന്തോഷ വാർത്തയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതറിയുമ്പോ രാജീവനും സന്തോഷാവും. അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, രാജീവേട്ടന്റെ അമ്മ കഴിഞ്ഞ വേറെ എന്തോ ഉള്ളൂ. ഇപ്പോഴും എന്നെക്കാൾ ഇഷ്ടം രാജീവേട്ടന്റെ അമ്മയെ തന്നെ. ആ ഇഷ്ടം നിന്നോടും നിന്റെ കുഞ്ഞിനോടും ആക്കിയെടുക്കണം. എന്നാലേ നിന്റെ ജീവിതത്തിന് ഒരു ഉറപ്പുണ്ടാവും. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് കിടന്നോട്ടെ അമ്മ. എത്ര നാളായി ഞാൻ അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഒന്ന് കിടന്നിട്ട്. രാജീവിനെ വരുത്തണം. കാര്യങ്ങൾ സംസാരിച്ച് തീർക്കണം. ഇനി ഇവിടെ മറ്റൊരു ശാരദ വേണ്ട. അച്ഛനെ ഇത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? ഏയ് ശരിയാവാതിരിക്കപ്പോ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നാ? അച്ഛൻ നല്ല ഒന്നൊന്നര ആണല്ലേ അച്ഛനെ. അതിനെന്താണെന്നോ? അച്ഛനെ ഒറ്റ ജോലി കയറിയ പിന്നെ ആശാൻ ഉണ്ടായിരുന്ന വില എവിടെ പോയി നിൽക്കുന്ന ആശാൻ ഈ പറയുന്നേ? മൊത്തത്തിൽ പുല്ല് വിലയായിരിക്കും അച്ഛനെ. കമല, ഇവിടെ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹാത്മ്യം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നേ ശാലിനി തന്നെയാ. അതുകൊണ്ടേ അവളുടെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ എന്റെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ട്, നല്ല എതിർപ്പുണ്ട് അച്ഛനെ. അത് സ്വന്തം ഭാര്യയുടെ ഡ്രൈവറായി എന്റെ അച്ഛൻ ജോലി നോക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ നാവ് തന്നെ രചിക്കുന്നു. ഇതാണ് എനിക്ക് നിന്നെ മനസ്സിലാവത്തെ. ഭർത്താവ് പോലീസുകാരനും ഭാര്യ അതേ സ്റ്റേഷനിലെ SI ആയിട്ടെ എത്രയോ ഭാര്യ ഭർത്താക്കന്മാര് സുഖമായിട്ട് ജീവിക്കണു. അവർക്ക് എന്താ ദാമ്പത്യം ഇല്ലേ? അത് അവരെ കുട്ടികളൊക്കെ നല്ല നിലയിലല്ലേ വളരണേ. എടാ കമല, സ്നേഹത്തിന് മുന്നിൽ അങ്ങനെ വലുപ്പും ചെറുപ്പും ഒന്നുമില്ല. എടാ നിനക്കത് മനസ്സിലാവാഞ്ഞിട്ടാ നീ എന്തിങ്ങനെ? അത് ശരിയാ, എനിക്കൊന്നും മനസ്സിലാകുകയില്ല.